കൊച്ചി നഗരം അതിന്റെ എല്ലാ സൗന്ദര്യത്തിലും തിളങ്ങിനിന്നു. രാത്രിയുടെ ആകാശത്തിനു താഴെ അറബിക്കടലിന്റെ ഇളം കാറ്റിനെ കൂട്ടുപിടിച്ച് നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലായ ആമ്പൽ ഒരുങ്ങിനിന്നു. ആഡംബരത്തിന്റെ പ്രതിരൂപമെന്ന് തോന്നിപ്പിക്കുന്ന ഹോട്ടലിന്റെ ബാങ്ക്വറ്റ് ഹാളിൽ ശ്രുതിയുടെയും ആകാശിന്റെയും വിവാഹനിശ്ചയ ചടങ്ങുകൾ നടക്കുകയാണ്. ഹാളിന്റെ അകത്ത് നിറയെ പൂക്കൾ കൊണ്ടും തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ആർക്കും കണ്ണെടുക്കാൻ കഴിയാത്തത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കേന്ദ്രബിന്ദു ശ്രുതിയായിരുന്നു. അവൾ ധരിച്ചിരുന്ന തിളങ്ങുന്ന ലെഹങ്കയും ഡയമണ്ട് ആഭരണങ്ങളും അവളുടെ സൗന്ദര്യത്തിന് കൂടുതൽ മാറ്റുകൂട്ടി. ആകാശ് ദുബായിലെ അറിയപ്പെടുന്ന ഒരു IT കമ്പനിയുടെ ഉടമയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ശ്രുതിയുടെ അരികിൽ നിന്നു. തങ്ങളെ നോക്കി സംസാരിക്കുന്ന എല്ലാവരുടെയും കണ്ണുകളിൽ അവൾ തിളക്കം കണ്ടു. അപ്പോഴും അവളുടെ മനസ്സിൽ സന്തോഷം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരുതരം അഹങ്കാരവും താൻ എത്തിപ്പെട്ട ഈ ജീവിതത്തെക്കുറിച്ചുള്ള അഭിമാനവുമായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ശ്രുതിയിലും ആകാശിലുമായിരുന്ന ആ സമയം ഒരു വശത്തുകൂടി രേവതി കടന്നുവന്നു. ലളിതമായ ഒരു സെറ്റുമുണ്ടും പഴക്കമുള്ള ഒരു സ്വർണമാലയും അണിഞ്ഞ രേവതിക്ക് 60 വയസ്സിലേറെ പ്രായം തോന്നും. ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണശേഷം ജീവിതം ഒറ്റയ്ക്ക് മുന്നോട്ടു കൊണ്ടുപോയതിന്റെ ക്ഷീണം അവരുടെ മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ലഭിച്ച ഇൻഷുറൻസ് തുകയും സ്വത്തുക്കളും വിറ്റുകിട്ടിയ പണവും കൊണ്ടാണ് രേവതി മകളെ ഈ നിലയിലെത്തിച്ചത്. ആ കാഴ്ചയിൽ ശ്രുതിക്ക് ദേഷ്യം വന്നു. അമ്മയുടെ സാന്നിധ്യം അവളുടെ സ്റ്റാറ്റസിനും ഗ്ലാമറസ് ഭാവത്തിനും ചേരാത്തതായി അവൾക്ക് തോന്നി. "അമ്മേ, ഒരു മിനിറ്റ്." ശ്രുതി ആരെയും കേൾക്കാത്ത മട്ടിൽ ഒച്ചവെച്ചു. രേവതി മകളുടെ അടുത്തേക്ക് വന്നു. "നിങ്ങളെന്താ ഇവിടെ ഈ വേഷത്തിൽ? ആകാശിന്റെ വീട്ടുകാർ ഇതൊക്കെ കണ്ട് എന്തു വിചാരിക്കും?" ശ്രുതിയുടെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. രേവതി ചുറ്റും നോക്കി. അവരുടെ കാതുകൾക്ക് കുറച്ച് കേൾവി കുറവുണ്ടായിരുന്നു. "എന്താ മോളെ, ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടുവരണോ?" അവർ ചോദിച്ചു. "അയ്യോ, എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. ഞാൻ നിങ്ങളെ സഹിക്കുന്നത് ഒരു ദയയുടെ പുറത്ത് മാത്രമാണ്." ശ്രുതിയുടെ വാക്കുകൾ അമ്പടയാളങ്ങൾ പോലെ രേവതിയുടെ ഹൃദയത്തിൽ തറച്ചുകയറി. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവരുടെ കയ്യിലിരുന്ന സമ്മാനം താഴെ വീണു. അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് തന്നെ രേവതി ബാങ്കിന്റെ മാനേജർ മുമ്പിൽ ഹാജരായി. ഭർത്താവിൽ നിന്ന് ലഭിച്ച പണം മകൾക്ക് വേണ്ടി സ്വരൂപിച്ച ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ റദ്ദാക്കാൻ അവർ ആവശ്യപ്പെട്ടു. അവളുടെ പേരിലുള്ള എല്ലാ ATM കാർഡുകളും അവർ തിരിച്ചുകൊടുത്തു. രേവതിയുടെ കണ്ണുകൾ അപ്പോൾ ശൂന്യമായിരുന്നു. പിന്നീട് അവർ ഒരു ടാക്സിയിൽ കയറി കൊച്ചി മദരത്തിന് പുറത്തുള്ള കരുണാഭവൻ എന്ന അനാഥാലയത്തിലേക്ക് തിരിച്ചു. രേവതിയുടെ മനസ്സ് ശൂന്യമായിരുന്നു. അവർക്ക് ഇനി എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. മകളുടെ സന്തോഷം മാത്രമായിരുന്നു അവരുടെ ജീവിത ലക്ഷ്യം. പക്ഷേ ശ്രുതിക്ക് അതിന് കഴിയില്ലെന്ന് രേവതിക്ക് മനസ്സിലായി. കരുണാഭവൻ പഴകി തുരുമ്പിച്ച ഗേറ്റ് മുതൽ ദുഃഖം നിറഞ്ഞ ഒരു കെട്ടിടമായി രേവതിക്ക് തോന്നി. വർഷങ്ങളായി അവർ ആ സ്ഥലം രഹസ്യമായി സന്ദർശിച്ചിരുന്നു. കാരണം അവിടെ മാനസിക വെല്ലുവിളികളുള്ള ഒരു പെൺകുട്ടി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 20 വയസ്സുള്ള മീര കസേരയിലിരുന്ന് രേവതിയെ നോക്കി. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള അവൾ "അമ്മ" എന്ന് പതുക്കെ പറഞ്ഞു. രേവതി മീരയുടെ കൈകളിൽ പിടിച്ചു. ആ നിമിഷം മൊബൈൽ ഫോണിൽ നിന്ന് തുടർച്ചയായി വന്ന ശ്രുതിയുടെ കോളുകൾക്ക് അവർ മറുപടി നൽകിയില്ല. കരുണാഭവനിലെ അന്തരീക്ഷം രേവതിയെ കൂടുതൽ ശാന്തയാക്കി. അവർ ആ നിമിഷം ഫോണെടുത്ത് ശ്രുതിക്ക് സന്ദേശമയച്ചു. "മോളെ, ഞാനിവിടെ സുരക്ഷിതയാണ്, നീ പേടിക്കേണ്ട." എന്നാൽ ആ സന്ദേശത്തിന് മറുപടി ലഭിച്ചില്ല. ശ്രുതിയുടെ ജീവിതം ഒരു രാത്രി കൊണ്ട് തകിടം മറിഞ്ഞിരുന്നു. ആകാശ് വിവാഹനിശ്ചയം റദ്ദാക്കിയപ്പോൾ അവൾക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൾ അലമുറയിട്ട് കരഞ്ഞു. അവളുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. എന്തിനാണ് അമ്മ ഇങ്ങനെ ചെയ്തതെന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഒരു തീവ്രമായ വേദനയായി നിറഞ്ഞു. അവൾ അമ്മയെ അന്വേഷിച്ച് വീടിന്റെ എല്ലാ ഭാഗത്തും ഓടി നടന്നു. പക്ഷെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. "അമ്മേ, നിങ്ങൾ എവിടെയാണ്?" എന്നവൾ ഫോണിൽ വിളിച്ചു ചോദിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ദേഷ്യം കൊണ്ട് വിറച്ച് അവൾ അമ്മയുടെ മുറിയിലേക്ക് കയറി. അവിടെ അലങ്കോലപ്പെട്ട് കിടന്ന മേശപ്പുറത്ത് അമ്മയുടെ പഴയൊരു ഡയറി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഡയറി തുറന്ന് അവൾ വായിക്കാൻ തുടങ്ങി. ആദ്യ പേജിൽ തന്നെ അവൾക്കൊരു ഞെട്ടലുണ്ടായി. അമ്മയുടെ കൈയക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: "എന്റെ ശ്രുതിക്ക്." ഡയറിയിൽ ശ്രുതിയുടെ ജനനത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും അമ്മയുടെ ത്യാഗങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എല്ലാം എഴുതിയിരുന്നു. അവൾ ഓരോ താളും മറിച്ചു. അമ്മയുടെ ജീവിതം ഒരു പുസ്തകത്തിലുള്ളതുപോലെ അവൾക്ക് വായിക്കാൻ കഴിഞ്ഞു. അമ്മയുടെ ഓരോ വേദനകളും അവൾക്കൊരു ഞെട്ടലായി. താൻ ചെയ്ത തെറ്റുകൾക്ക് അവൾക്കൊരുപാട് വേദന തോന്നി. അമ്മയെ തിരികെ കൊണ്ടുവരണമെന്ന് അവൾക്ക് തോന്നി. "അമ്മേ, നിങ്ങൾ എവിടെയാണ്?" എന്നവൾ മനസ്സിൽ പറഞ്ഞു. ശ്രുതിക്ക് അമ്മയെ നഷ്ടപ്പെട്ടതായി തോന്നി. അവൾ അമ്മയെ തിരികെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു.
ഡയറിക്കുറിപ്പുകൾ അവളെ അമ്മയുടെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിച്ചു. അമ്മയുടെ ഡയറിക്കുറിപ്പുകൾ ശ്രുതിയെ ഞെട്ടിച്ചു. ഓരോ താളും അവൾ ഭയത്തോടെയും വേദനയോടെയും വായിച്ചു. ഡയറിയിലെ വരികൾ അവളെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അവൾക്കറിയാത്ത ഒരുപാട് ദുരൂഹതകൾ ഒളിപ്പിച്ച ഒരു ലോകം. അമ്മയെ അന്വേഷിച്ച് അവൾ ആദ്യം പോയത് കരുണാഭവനിലേക്കാണ്. കാറിന്റെ വേഗത കൂട്ടി അവൾ അവിടേക്ക് കുതിച്ചു. പക്ഷെ അവിടത്തെ അന്തരീക്ഷം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. പഴകി തുരുമ്പിച്ച ഗേറ്റും നിശബ്ദമായ വഴികളും അവളെ അസ്വസ്ഥയാക്കി. എങ്കിലും അമ്മയെ കണ്ടെത്തണമെന്ന ആഗ്രഹം അവളെ മുന്നോട്ടു നയിച്ചു. അവിടെ വെച്ച് അവൾ സിസ്റ്റർ ആലീസിനെ കണ്ടു. അവർ രേവതിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. സിസ്റ്റർ ആലീസിനോട് സംസാരിച്ചപ്പോൾ ശ്രുതിക്ക് അമ്മയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. രേവതി വർഷങ്ങളായി കരുണാഭവനെ സഹായിച്ചിരുന്നു. അവിടത്തെ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു. അതുകൂടാതെ അവിടെ മാനസിക വെല്ലുവിളികളുള്ള ഒരു പെൺകുട്ടി അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സിസ്റ്റർ ആലീസ് വർഷങ്ങൾക്ക് മുൻപ് രേവതി അവർക്ക് നൽകിയ ചില രേഖകൾ അവൾക്ക് നൽകി. ആ രേഖകൾ ഒരു പഴയ ആശുപത്രിയിലെ റിപ്പോർട്ടുകളായിരുന്നു. രേഖകളിലെ വിവരങ്ങൾ അവൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ നൽകി. ഈ റിപ്പോർട്ടുകൾ എന്തിനാണ് അമ്മ സൂക്ഷിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഈ രേഖകൾ അവളെ സത്യത്തിലേക്ക് നയിക്കുമെന്ന് അവൾക്ക് തോന്നി. ആ റിപ്പോർട്ടുകൾ ശ്രുതിയെ തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ജോണിന്റെ അടുത്തേക്ക് എത്തിച്ചു. അവിടെ വെച്ചാണ് അവൾ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. 20 വർഷം മുൻപ് ഡോക്ടർ ജോണിന്റെ ആശുപത്രിയിൽ വെച്ച് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒന്ന് സമ്പന്നമായ ഒരു കുടുംബത്തിലേതും മറ്റേത് സാധാരണക്കാരിയായ ഒരു വീട്ടിലേതും. അന്ന് നടന്ന ഒരു കൈപ്പിഴവ് കാരണം കുഞ്ഞുങ്ങളുടെ ടാഗുകൾ മാറിപ്പോയി. ഡോക്ടർ ജോണിന്റെ വാക്കുകൾ ശ്രുതിയെ തളർത്തിയിരുന്നില്ല. പകരം അത് അവളുടെ മനസ്സിൽ ഒരു പുതിയ വാതിൽ തുറന്നു. താൻ രേവതിയുടെ സ്വന്തം മകളല്ലെന്ന സത്യം അവളെ കൂടുതൽ ചിന്തിപ്പിച്ചു. അവളുടെ ഉള്ളിൽ അമ്മയോടുള്ള സ്നേഹവും താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരുപാട് വേദനയും നിറഞ്ഞു. അവൾ ഡോക്ടർ ജോണിന്റെ ഓഫീസിൽ നിന്നിറങ്ങി. അവളുടെ കാറിന്റെ വേഗത കുറച്ച് അവൾ മുന്നോട്ടു പോയി. അമ്മയുടെ ഡയറിയിലെ ഓരോ താളും അവളുടെ മനസ്സിൽ ഒരു തിരശീലയിൽ എന്ന പോലെ തെളിഞ്ഞുവന്നു. എന്റെ പ്രിയപ്പെട്ട ശ്രുതിക്ക് എന്ന് തുടങ്ങുന്ന വരികൾ അവളുടെ ഹൃദയത്തിൽ പതിഞ്ഞു. നിന്നെ ഞാൻ എന്റെ സ്വന്തം മകളായിട്ടാണ് വളർത്തിയത്. എന്റെ സ്വപ്നങ്ങളിൽ പോലും നീയൊരു അന്യയായിരുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചു. നിന്റെ സന്തോഷം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഡയറിയിലെ ഓരോ താളും വായിക്കുമ്പോൾ അവൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. മീരയെക്കുറിച്ച്, കരുണാഭവനെക്കുറിച്ച്, അമ്മയുടെ സ്വപ്നങ്ങളെക്കുറിച്ച്. ശ്രുതി ഒരു നിമിഷം കണ്ണടച്ച് അമ്മയുടെ ഡയറിയിലെ ഒരു ഭാഗം ഓർത്തെടുത്തു. ഞാൻ എന്റെ സ്വന്തം മകളെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം എന്റെ ഹൃദയം പറമ്പിലായിരുന്നു. പക്ഷേ എനിക്ക് എന്റെ സ്വന്തം മകളായ മീരയെ മറക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അവളെ രഹസ്യമായി കരുണാഭവനിലേക്ക് മാറ്റി. ഈ ഭാഗം വായിച്ചപ്പോൾ ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. താൻ അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒരു നിമിഷം കാറ് നിർത്തി മുഖം കൈകളിൽ ഒതുക്കി കരഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ എന്ന് അവൾ മനസ്സിൽ പറഞ്ഞു. ശ്രുതി തിരികെ കരുണാഭവനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൾക്ക് അമ്മയെ തിരികെ കൊണ്ടുവരണം, അവരെ ആശ്വസിപ്പിക്കണം, അവരുടെ വേദനകളെല്ലാം മാറ്റണം. അവൾ ഒരുപാട് സ്വപ്നങ്ങളുമായി മുന്നോട്ടുപോയി. ശ്രുതി കരുണാഭവനിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ അമ്മയെയും മീരയെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. രേവതി മീരയുടെ കൈകളിൽ പിടിച്ചിരുന്നു. അവരുടെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞൊഴുകി. ആ കാഴ്ച ശ്രുതിയുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ മെല്ലെ അവർക്കരികിലേക്ക് നടന്നു. അമ്മേ, ശ്രുതിയുടെ ശബ്ദം ഇടറി. രേവതി തിരിഞ്ഞു നോക്കി. അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. മോളെ, നീ എന്തിനാ ഇത്ര വേഗത്തിൽ വന്നത്? ശ്രുതിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രേവതിക്ക് കാര്യം മനസ്സിലായി. അവർ മകളുടെ തലയിൽ തലോടി. അമ്മേ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ. ശ്രുതി പറഞ്ഞു. സാരമില്ല മോളെ, നിനക്കെന്റെ വേദന മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ, അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം, രേവതി പറഞ്ഞു. അവിടെ നിന്ന് അവർ 3 പേരും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. മീരയുടെ നിഷ്കളങ്കമായ ലോകം ശ്രുതിക്ക് ഒരു പുതിയ അനുഭവം നൽകി. മീരയുടെ ചിരിയും സംസാരവും അവരുടെ ചെറിയ സന്തോഷങ്ങളും ശ്രുതിയെ മാറ്റിമറിച്ചു. അവൾ കരുണാഭവനിലെ അന്തരീക്ഷത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അവൾ മീരയെയും അമ്മയെയും കൂട്ടി പുറത്തുപോയി. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, സിനിമ കണ്ടു,
ഷോപ്പിംഗ് നടത്തി. ഈ നിമിഷങ്ങൾ ശ്രുതിക്ക് ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു സന്തോഷം നൽകി. ഒരു ദിവസം അവരൊരു പാർക്കിലിരിക്കുമ്പോൾ മീര പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ പിടിച്ചു. അമ്മേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നവൾ പറഞ്ഞു. ആ നിമിഷം ശ്രുതിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് മീരയോട് ഒരു സഹോദരിയെപ്പോലെ സ്നേഹമുണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ ഇതുവരെ താൻ ചെയ്ത തെറ്റുകൾക്ക് അവൾ ഒരുപാട് വേദനിച്ചു. ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു മീര, ശ്രുതി പറഞ്ഞു. അവർ 3 പേരും ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചു. രേവതിക്ക് തന്റെ 2 മക്കളെയും ഒരുമിച്ച് കിട്ടിയതിന്റെ സന്തോഷമുണ്ടായിരുന്നു. ആ 3 പേരുടെയും ജീവിതം സ്നേഹത്താൽ നിറഞ്ഞു. മീരയുടെ നിഷ്കളങ്കമായ ചിരി ശ്രുതിയുടെ മനസ്സിലെ എല്ലാ മുറിവുകളും ഉണക്കി. അമ്മയുടെ വാത്സല്യവും സ്നേഹവും അവൾ വീണ്ടും തിരിച്ചറിഞ്ഞു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. ഒരു ദിവസം മീരയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി. അവൾ കസേരയിൽ നിന്ന് താഴെ വീണു. ശ്രുതിയും രേവതിയും അവളെ താങ്ങിയെടുത്ത് അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പരിശോധിച്ചു. പക്ഷേ അവർക്ക് മീരയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ക്ഷമിക്കണം, അവൾക്ക് പ്രതീക്ഷയില്ല, ഡോക്ടർമാർ പറഞ്ഞു. ആ വാക്കുകൾ ശ്രുതിയെ തളർത്തി. അവൾ മീരയുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മീരയുടെ കൈകൾ തണുത്തുവിറച്ചു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. മീര, എന്നോട് ക്ഷമിക്കൂ. നിനക്ക് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ശ്രുതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മീരയുടെ കണ്ണുകൾ മെല്ലെ തുറന്നു. അവൾ ശ്രുതിയെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. അമ്മേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വാക്കുകൾ ശ്രുതിയുടെ കാതുകളിൽ പതിഞ്ഞു. മീരയുടെ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു. അവളുടെ ശരീരം നിശ്ചലമായി. മീരയുടെ മരണം ശ്രുതിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. അവൾക്ക് മനസ്സിലായി, ജീവിതം പണവും ആഡംബരവും മാത്രമല്ല, സ്നേഹവും വാത്സല്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. അവൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പിഴവുകൾക്കും മാപ്പ് ചോദിച്ചു. അവൾ കരുണാഭവൻ പോലുള്ള സ്ഥാപനങ്ങളിൽ സേവനം ചെയ്യാൻ തീരുമാനിച്ചു. മീരയുടെ മരണശേഷം ശ്രുതി ഒരു പുതിയ മനുഷ്യനായി മാറി. അവൾ കരുണാഭവനിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷും കമ്പ്യൂട്ടറും പഠിപ്പിച്ചു. കുട്ടികളുടെ ചിരി അവളുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ചു. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവൾക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഒരു ദിവസം രേവതി ശ്രുതിയുടെ മുറിയിൽ വന്നപ്പോൾ അവളൊരു കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. രേവതി അവളെ നോക്കി പുഞ്ചിരിച്ചു. മകളുടെ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. മോളെ, നീ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്, രേവതി ഡയറിയിൽ എഴുതി ശ്രുതിയെ കാണിച്ചു. ശ്രുതി ചിരിച്ചുകൊണ്ട് അമ്മയെ നോക്കി. അമ്മേ, ഞാൻ എൻ്റെ സഹോദരിയെ കണ്ടെത്തി. അതുകൊണ്ട് എനിക്കിനി ഈ കുട്ടികളെ സഹായിക്കണം. രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം മകളെ ഒരു നല്ല മനുഷ്യനായി വളർത്തിയതിൻ്റെ സംതൃപ്തി അവർക്കുണ്ടായിരുന്നു. അവരുടെ കാഴ്ചയിൽ മീര ഒരു നക്ഷത്രമായി ആകാശത്ത് മിന്നിമറയുന്നുണ്ടായിരുന്നു. അവസാനം രേവതിയും ശ്രുതിയും കരുണാഭവനിൽ അവരുടെ പുതിയ ജീവിതം ആരംഭിച്ചു. രേവതിക്ക് തന്റെ സ്വന്തം മകൾ മീരയെ നഷ്ടപ്പെട്ടെങ്കിലും അവൾക്ക് മറ്റൊരു മകളെ, സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരു മകളെ കിട്ടി. വർഷങ്ങൾ കടന്നുപോയി. ശ്രുതിയും രേവതിയും കരുണാഭവനിൽ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി. ശ്രുതിക്കിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു ജോലിയല്ല, മറിച്ച് ഒരു ജീവിത ദൗത്യമായിരുന്നു. അവൾ പഠിപ്പിച്ച കുട്ടികൾ ഓരോരുത്തരും ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കി. അവർ തിരിച്ചുവന്ന് ശ്രുതി ടീച്ചർക്ക് നന്ദി പറയുമ്പോൾ രേവതിയുടെ കണ്ണുകൾ അഭിമാനത്താൽ നിറഞ്ഞു. ഒരു ദിവസം ശ്രുതിയുടെ പഴയൊരു സുഹൃത്ത് അവളെ കാണാൻ കരുണാഭവനിലെത്തി. ആഡംബര ജീവിതത്തിൽ നിന്ന് മാറി ലളിതമായ വസ്ത്രം ധരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ശ്രുതിയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ശ്രുതി, നിനക്കെന്തുപറ്റി? ഈ ജീവിതം നിനക്ക് മടുത്തോ? സുഹൃത്ത് ചോദിച്ചു. ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തി. ജീവിതത്തിൽ പണം മാത്രമല്ല, സ്നേഹവും സമാധാനവുമാണ് ഏറ്റവും വലുത്. അവളുടെ വാക്കുകൾ സുഹൃത്തിന്റെ മനസ്സിനെ സ്പർശിച്ചു. ആ രാത്രി രേവതി ശ്രുതിയുടെ മുറിയിൽ വന്നു. അവർ ഡയറിയിൽ അവസാനമായി കുറിച്ചു, മോളെ, നിന്നെ ഒരു നല്ല മനുഷ്യനായി വളർത്താൻ എനിക്ക് കഴിഞ്ഞു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമാണ്. ശ്രുതി അമ്മയെ കെട്ടിപ്പിടിച്ചു. അവർ പരസ്പരം കണ്ണീരോടെ പുഞ്ചിരിച്ചു. ആ നിമിഷം ആകാശം ഇരുണ്ടു. ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടു. ആ വെളിച്ചത്തിൽ ശ്രുതി മീരയുടെ മുഖം കണ്ടു. മീര അവരെ നോക്കി പുഞ്ചിരിച്ചു. നോവലിന്റെ അവസാനം ശ്രുതിയും രേവതിയും കരുണാഭവന്റെ ഒരു ബാൽക്കണിയിലിരിക്കുന്നു. അവർ ആകാശത്തേക്ക് നോക്കുന്നു. അവിടെ ഒരു നക്ഷത്രം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് മീരയായിരുന്നു.
മീരയുടെ ആത്മാവ് ശ്രുതിയുടെയും രേവതിയുടെയും മനസ്സിൽ എന്നേക്കുമായി ജീവിക്കും. അമ്മയുടെയും മകളുടെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.